എപ്പിസോഡ്. എൻ്റെ പേര് അഭിന. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ കൊണ്ടാണ്. സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഒരെണ്ണം ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു റെസ്പോൺസ് തന്നെ കിട്ടി. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഒരു സാരി ഡ്രേപ്പിംഗ് കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. ആ മുന്നേ ചെയ്ത വീഡിയോയിൽ എൻ്റെ അനിയത്തിയായിരുന്നു നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നത്. അവളാണ് സാരി എടുത്ത് കാണിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ ഞാനാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പട്ട് സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്നാണ്. കുറച്ച് ഹെവി ആയിട്ട് വരുന്നതാണ് ഈ സിൽക്ക് സാരി ഒക്കെ. അപ്പോൾ എങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് നമുക്ക് ഈ സാരി എളുപ്പത്തിൽ ഡ്രേപ്പ് ചെയ്ത് എടുക്കാം എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾക്ക് ഈ സാരി എങ്ങനെ ഡ്രേപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. സാരി എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സാരി ഇതുപോലെ മുന്താണി വശം വരുന്ന വിധത്തിൽ പിടിച്ചെടുക്കുക. അതായത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് മുന്താണി വശം. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ മുന്താണിയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ റൈറ്റ് സൈഡ് ഒരു അയയിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഒരു 2 ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല ടൈറ്റിൽ സെക്യൂർ ആയിക്കോളും. അതിനുശേഷം റൈറ്റ് സൈഡ് ഇതുപോലെ നമ്മൾ വിരിച്ചെടുക്കുക. ആദ്യമായിട്ട് ഫ്ലീറ്റ്സ് ഒക്കെ ചെയ്യാൻ പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണിത്. ഇതുപോലെ 3 ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് എടുത്തെടുത്ത് പോകാൻ പറ്റും. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ. പ്ലീറ്റ്സ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ടിപ്പ്. വളരെ ചെറിയ പ്ലീറ്റ്സുകൾ നമ്മൾ ഞൊറിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞു. അതിന് ശേഷം ക്ലിപ്പുകൾ ഊരി മാറ്റിയിട്ട് ആ പ്ലീറ്റ്സ് മുഴുവനായിട്ട് ആ അയയുമായിട്ടൊന്ന് ക്ലിപ്പ് വെച്ച് സെക്യൂർ ചെയ്യുന്നു. അപ്പോൾ 3 ഇഞ്ച് വീതിയിലുള്ള ഒരു 8ഓളം പ്ലീറ്റ്സുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം താഴെ ഭാഗത്തുള്ള പ്ലീറ്റ്സുകൾ ഒരേ വീതിയിൽ നമുക്ക് ഞൊറിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഏറ്റവും ഫ്രണ്ടിലുള്ള പ്ലീറ്റ്സിന് കണക്കായിട്ട് താഴെ അടിയിലോട്ട് വരുന്ന എല്ലാ പ്ലീറ്റ്സുകളും ആ ഒരു വീതിക്ക് തന്നെ നമ്മൾ ലെഫ്റ്റ് ഫിംഗർ കൊണ്ടും റൈറ്റ് ഫിംഗർ കൊണ്ടും ടച്ച് ചെയ്ത് മുന്നോട്ടേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ എല്ലാ പ്ലീറ്റ്സും നമുക്ക് ഒരേ വീതിയിൽ കിട്ടിക്കൊള്ളും. ഒട്ടും തന്നെ ഒരു പ്ലീറ്റ് പോലും പിന്നെ സൈഡിലോട്ട് മാറിപ്പോകുന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഏറ്റവും ബുദ്ധിമുട്ട് അതല്ലേ, എല്ലാ പ്ലീറ്റ്സുകളും ഒരുപോലെ കിട്ടാനല്ലേ എല്ലാവർക്കും ബുദ്ധിമുട്ട്. അതിൻ്റെ ഏറ്റവും നല്ല ടിപ്പാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡ് റൈറ്റിലോട്ട് ഫേസ് ചെയ്തിട്ടും ബാക്ക് സൈഡ് ലെഫ്റ്റിലോട്ട് ഫേസ് ചെയ്തിട്ട് ആണ് ഇരിക്കേണ്ടത്. അതിനുശേഷം നല്ലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ടത് സെക്യൂർ ചെയ്ത് വെക്കുന്നു. പിന്നീട് ഇത്തിരി താഴെ ഭാഗത്തുള്ള പ്ലീറ്റ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്സ് ഊരി മാറ്റിയിട്ട് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് താഴ്ഭാഗത്തുള്ള പ്ലീറ്റ്സുകളും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഏറ്റവും ഫ്രണ്ട് പ്ലീറ്റ്സിൻ്റെ വീതിക്ക് കണക്കായിട്ട് റൈറ്റും ലെഫ്റ്റും പിടിച്ചു പോയാൽ മാത്രം മതി. ഈ സാരി നമ്മൾ ഉടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നന്നായിട്ട് അങ്ങ് അയൺ ചെയ്ത് വെക്കണം. അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ പ്ലീറ്റ്സൊക്കെ എടുക്കാൻ വളരെ ഈസിയാണ്. അയൺ ചെയ്യാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ പ്ലീറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒന്ന് ലെഫ്റ്റിലോട്ടേക്കും ഒന്ന് റൈറ്റിലേക്കുമാണ് ഫേസ് ചെയ്യേണ്ടത്. അതായത് ഏറ്റവും ഫ്രണ്ടിലത്തേത് റൈറ്റിലോട്ടേക്കും ഏറ്റവും ഉൾഭാഗത്തുള്ളത് ലെഫ്റ്റിലോട്ടേക്കും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കണം പ്ലീറ്റ്സുകൾ ഫേസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് നല്ലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ആ ഭാഗം കൂടെ സെക്യൂർ ചെയ്യാം.
അതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കണം. കാരണം നമ്മുടെ മുന്താണി ഇത്തിരി ലോങ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഒന്നുകൂടെ അയന്ന് താത്തിയിട്ട് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കുക. ഈ ഒരു സ്റ്റേജാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ 3 പ്രാവശ്യമാണ് നമ്മൾ പ്ലീറ്റ്സ് മുന്താണിക്ക് വേണ്ടിയിട്ടുള്ള പ്ലീറ്റ്സ് ഞൊറിയുന്നത്. അപ്പോൾ അതും കൂടെ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ പ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യുന്നു. സെക്യൂർ ചെയ്ത ഈ പിൻസൊക്കെ പിന്നീട് ഊരി മാറ്റേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഒന്ന് ജസ്റ്റ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങോട്ട് കുത്തി കൊടുക്കുന്നതെന്ന് മാത്രം. അതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് നമ്മുടെ മുന്താണി ഭാഗം ഊരിയെടുക്കാം. ഇനി നമുക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും ഇന്നർ സൈഡ് കാണിച്ചായിരുന്നില്ലേ, സാരി ഏറ്റവും ആദ്യം കുത്തേണ്ട ആ ഇന്നർ സൈഡ് അതേ വശത്തുനിന്ന് നമുക്കെടുക്കാം. വശം മാറിപ്പോവരുത് കേട്ടോ. അതിന് ശേഷം റൈറ്റ് സൈഡിൽ നമ്മൾ പാവാട കെട്ടേണ്ടത് എപ്പോഴും റൈറ്റ് സൈഡിലാണ് കേട്ടോ. പാവാട നല്ല ടൈറ്റായി കെട്ടണം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടക്ക് ചെയ്യാം. ആദ്യത്തെ അറ്റം നമ്മുടെ ആ ഒരു ലെങ്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര. എന്നതിന് ശേഷം ടൈറ്റായി പിടിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ടക്കിൻ ചെയ്ത അതേ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് ഒന്നുകൂടെ നല്ല ടൈറ്റായിട്ട് ടക്കിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടക്ക്, ഇത് സെക്കൻഡ് ടക്കിനാണ്. ആദ്യത്തെ ടക്കിൻ, സെക്കൻഡ് ടക്കിൻ. അതിന് ശേഷം നമ്മുടെ ലെങ്ത്തിന് കണക്കായിട്ട് വരുന്ന മുകൾ ഭാഗം പാവാടക്കുള്ളിലേക്ക് സെക്യൂർ ചെയ്യുക. പാവാട എപ്പോഴും ടൈറ്റായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതുപോലെ പുറകുവശവും ഒക്കെ നല്ല ഭംഗിയായിട്ട് പാവാടക്കുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഒട്ടും ചുളിവുകളൊന്നുമില്ലാതെ റെഡിയാക്കണം. ഇതിന് നല്ല ലെങ്ത്തുള്ള സാരിയാണ്. അപ്പോൾ ഒരുപാട് ഭാഗം പാവാടൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ നമ്മുടെ 2 കൈയിൻ്റെ ഒരു ലെങ്ത്ത് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3ാമത്തെ ടക്ക് ചെയ്യുക. അപ്പോൾ 3ാമത്തെ ടക്കാണ് നമ്മൾ കാണിക്കുന്നത്. ബാക്കി വരുന്ന ഭാഗം പുറകുവശത്തൂടെ ചുറ്റിയെടുത്ത് നമ്മൾ മുന്താണി ഓൾറെഡി സെക്യൂർ ചെയ്തതല്ലേ, മുന്താണി ഭാഗം ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ലെങ്ത്ത് എന്ന് വെച്ചാൽ കാൽമുട്ടിൻ്റെ ഒരു 1/4 ഭാഗം വരെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ടക്ക് ചെയ്തതൊക്കെ ഊരിയെടുക്കുന്നു. ആ 3ാമത് ടക്ക് ചെയ്തില്ലേ, അതിന് ശേഷം നല്ല ടൈറ്റിൽ പിടിച്ച് ഒരല്പം തുണി വിടുവിക്കുന്നു. അന്നതിന് ശേഷമാണ് നമ്മൾ മുൻപിലത്തെ പ്ലീറ്റ്സ് ഞൊറിയാൻ തുടങ്ങുന്നത്. കുറച്ച് തുണി അവിടെ നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരേ വീതിയിലായിരിക്കണം നമ്മൾ ഈ പ്ലീറ്റ്സ് ഞൊറിയേണ്ടത്. കുറച്ച് വീതിയുള്ള പ്ലീറ്റ്സ് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പാവാടൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വയറ് ചാടിയ പോലെ തോന്നും. വീതിയിലുള്ള പ്ലീറ്റ്സ് ആകുമ്പോൾ പരന്ന് കിടന്നോളും. അപ്പോൾ ഒരുപോലെ നമ്മളെല്ലാ പ്ലീറ്റ്സും ഞൊറിഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ റൈറ്റ് സൈഡിലും കുറച്ച് തുണി അവിടെ വിട്ടിട്ടുണ്ട്, സാരീൻ്റെ കുറച്ച് തുണി. അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് എപ്പോഴും ഫേസ് ചെയ്തിരിക്കേണ്ടത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. അതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പ്ലീറ്റ്സ് എല്ലാം ഒരുപോലെ നിൽക്കും. ഇവിടെയായിട്ട് ഒരു നല്ല സേഫ്റ്റി പിന്ന് വെച്ചിട്ട് എല്ലാ പ്ലീറ്റ്സും കൂടി ഒന്ന് സെക്യൂർ ചെയ്യാം. സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളവിടെ കുറച്ച് ലെഫ്റ്റ് ഓവർ സാരി ഉണ്ടായിരുന്നില്ലേ, അതങ്ങോട്ടേക്ക് അഴിച്ച് മാറ്റിയിട്ട് നമ്മുടെ പ്ലീറ്റ്സ് പാവാടക്കുള്ളിലേക്ക് നമ്മുടെ നേവലിന് കണക്കായിട്ട് ടക്കിൻ ചെയ്യുക. അതിന് ശേഷം ആ പ്ലീറ്റ്സ് എല്ലാം കൂടെ ഒരേ ദിശയിലേക്ക് ഞൊറിഞ്ഞെടുക്കണം. 1 ഇഞ്ച് പോലും മാറിപ്പോവരുത്. ഈ സ്ഥാനം ഒരേ പോയിന്റിലായിരിക്കണം. അങ്ങനെ പ്ലീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അത് ഭംഗിയിലാവുന്നത്. അതിന് ശേഷം അവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുക. നമ്മൾ ഉള്ളിലൊരു സേഫ്റ്റി പിന്ന് വെച്ച് സെക്യൂർ ചെയ്തത് കാരണം ഒരിക്കലും പ്ലീറ്റ്സ് തമ്മിൽ അകന്നു പോവുകയോ മാറിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. പിന്നീട് കൈവച്ചൊന്നും താഴത്തേക്കുള്ളതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്താണി ഈ പ്ലീറ്റ്സ് പൊന്തിച്ച് വെച്ചിട്ട്
ഒന്ന് കൈവച്ച് വരഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വീട്ടിൽ വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് തേടാം ഈ സമയത്ത്. ലെഫ്റ്റിൽ നമ്മൾ ലീവ് ചെയ്ത ആ സാരിയുടെ കുറച്ച് ഭാഗം ഇതുപോലെ റൈറ്റിലൂടെ കൈയിട്ടിട്ട് തള്ളിക്കൊടുത്തതിന് ശേഷം വലിച്ചെടുക്കുന്നു. വലിച്ചെടുത്ത് കിട്ടിയ ഈ ഭാഗം പാവാടയായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും തന്നെ മാറിപ്പോവില്ല. ആ ബോർഡർ ബാക്കി വരുന്ന ഭാഗം പിന്നീട് കുറച്ച് പുറകിലോട്ടേക്ക് എടുത്തിട്ട് പാവാടക്കുള്ളിലേക്ക് സെക്യൂർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മടക്ക് ഒരു പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും പുറകിലായിട്ട് നമുക്ക് മാക്സിമം പുറകിലോട്ടേക്ക് അത് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ മുന്നിലോട്ടേക്കൊന്നും ആ ഒരു പ്ലീറ്റ് പോലെ കിടക്കുന്നതൊന്നും വരില്ല. അത് സാരി കൊണ്ട് മറിഞ്ഞോളും. അതിന് ശേഷം നമ്മൾ മുന്താണിയുടെ സേഫ്റ്റി പിൻസൊക്കെ ഊരിയെടുക്കുന്നു. പിന്നീട് മുന്താണിയുടെ ആ മുന്നിലത്തെ പ്ലീറ്റ്സൊക്കെ കൈവച്ച് ഇതുപോലെ ഒന്ന് വിരിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിനി മുന്താണി ഷോൾഡറിൽ സെക്യൂർ ചെയ്യണം. ഏറ്റവും ഇന്നർ സൈഡിലുള്ള പ്ലീറ്റ്സും ഒക്കെ മുകളിലേക്ക് എടുത്ത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അതിന് ശേഷം മുന്താണി നമ്മുടെ ഷോൾഡറിൽ സെക്യൂർ ചെയ്യുന്നു. ശേഷം ഒരു 2 ഇഞ്ച് താഴെയായിട്ട് ബ്ലൗസുമായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് സാരി സെക്യൂർ ചെയ്യണം. അത് വീട്ടിലെ മുതിർന്ന ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് സെക്യൂർ ചെയ്യിച്ചാൽ മതി. നമുക്ക് പറ്റാത്ത കാര്യമല്ലേ. അതിന് ശേഷം ബാക്കി നമ്മൾ 1-2 സേഫ്റ്റി പിൻ കൂടി മുന്താണിയിൽ കുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി നമുക്കങ്ങ് അഴിച്ചു മാറ്റി കൊടുക്കാം. ഫ്ലീറ്റ്സിലെ ഏറ്റവും അവസാനത്തെ ഫ്ലീറ്റ്സ് വേണ്ട, അതിനുശേഷം വരുന്ന ബാക്കി എല്ലാ ഫ്ലീറ്റ്സും കൂടെ ഒന്നിച്ചെടുക്കുന്നു. അതായത് ഏറ്റവും ഉള്ളിലത്തെ ഫ്ലീറ്റ്സും പിന്നീട് അതിന് ശേഷം വരുന്ന എല്ലാ ഫ്ലീറ്റ്സും. ഏറ്റവും ഔട്ടർ ഫ്ലീറ്റ്സ് മാത്രം നമ്മൾ കയ്യിൽ പിടിക്കുന്നില്ല. അതിന് ശേഷം ബ്ലൗസുമായി എല്ലാ പ്ലീറ്റ്സും കൂടെ ഒന്ന് സെക്യൂർ ചെയ്യുക. പിന്നീട് ഒട്ടും തന്നെ പ്ലീറ്റ്സ് എവിടെ അനങ്ങിപ്പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. ബ്ലൗസ് ഇതിൻ്റെ കറക്റ്റ് ബ്ലൗസ് ഇങ്ങനെയല്ല, അത് കാരണമാണ് അവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒടിവ് കാണുന്നത്. ഇനി ഏറ്റവും അടിഭാഗത്തുള്ള ആ മുന്താണിയുടെ ആ ഒരു സേഫ്റ്റി പിന്ന് നമ്മൾ ഊരി മാറ്റിയിട്ട് ഫസ്റ്റ് ഫ്ലീറ്റ്സ് മാറ്റി വെച്ചിട്ട് സെക്കൻഡ് ഫ്ലീറ്റ് മുതലുള്ള ഭാഗങ്ങൾ സെക്യൂർ ചെയ്ത് ചേർക്കുക. അപ്പോൾ സേഫ്റ്റി പിന്ന് കുത്തിയതായിട്ട് കാണുമില്ല. ആദ്യത്തെ ഫ്ലീറ്റ്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അവിടെ ഉണ്ടായിരുന്നത് ഊരി മാറ്റുവാണ്. മുന്നിലത്തെ പ്ലീറ്റ്സിൻ്റെ തൊട്ട് താഴെയുള്ള പ്ലീറ്റ്സും ബ്ലൗസുമായിട്ട് സെക്യൂർ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുനിയുന്ന സമയത്ത് സാരി മുന്നോട്ടേക്ക് വന്ന് വയറ് കാണുന്നോ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ അവിടെ നല്ല ഭംഗിയിലൊന്ന് സെക്യൂർ ചെയ്തു. അപ്പം നമ്മുടെ സാരി ഡ്രാപ്പിംഗ് കംപ്ലീറ്റഡ് ആയിട്ടാണുള്ളത്. എല്ലാവരും കണ്ടില്ലേ പട്ടുസാരി എങ്ങനെയാണ് ഡ്രേപ്പ് ചെയ്യുന്നതെന്ന്? കുറച്ച് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ട്. അത് ആദ്യം എന്തായാലും തോന്നുന്നതായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ചൊരു പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പട്ടുസാരി ഉടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പറയാം. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോസ് ബെറ്റർ ആക്കാൻ പറ്റുകയുള്ളൂ. Until we meet next time, this is me, Abhina, signing off. Bye. Love you all.